ഇതുവരെ പ്രധാനമന്ത്രിമാർ രാജ്യം ഭരിച്ചത് ബ്രിട്ടീഷുകാർ പണിത സൗത്ത് ബ്ലോക്കിലിരുന്നു. എന്നാൽ അങ്ങോട്ടിനി അങ്ങനെയല്ല. ഇനി മുതൽ ഓഫീസും ഇന്ത്യൻ മെയ്ഡ്. പുതിയ ഓഫീസ് സേവാ തീർത്ത് സ്വാഗതവാക്യം ഇങ്ങനെ: പൗരൻ ദൈവത്തിന് തുല്യൻ. ഓഫീസിന്റെ മുഖമണ്ഡപത്തിൽ വലിയ ഗണപതി വിഗ്രഹം. പുതിയ ഓഫീസിൽ പ്രധാനമന്ത്രി ആദ്യം ഒപ്പിട്ടത് സ്ത്രീകൾ, കർഷകർ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമം ലക്ഷ്യമിട്ടുള്ള ഫയലുകൾ. അതാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചുവടുവയ്പുകൾ. ഓരോ നീക്കവും സൂക്ഷ്മമായി നിരീക്ഷിച്ച് രാജ്യത്തെ ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റിയാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. പ്രധാനമന്ത്രിയുടെ ഓഫീസ് സെൻട്രൽ വിസ്റ്റയിലെ പുതിയ കെട്ടിടത്തിലേക്ക് മാറി. സ്വാതന്ത്ര്യം നേടിയതു മുതൽ സൗത്ത് ബ്ലോക്കിൽ പ്രവർത്തിക്കുന്ന ഓഫീസാണ് സേവാ തീർത്ത് എന്ന പുതിയ മന്ദിരത്തിലേക്ക് മാറ്റിയത്. പുതിയ മന്ദിരത്തിന്റെ ചുവരിൽ ദേവനാഗരി ലിപിയിൽ ആലേഖനം ചെയ്ത സേവാ തീർത്ത് എന്ന ശിലാഫലകം പ്രധാനമന്ത്രി അനാച്ഛാദനം ചെയ്തു. ഫലകത്തിന് താഴെ നാഗരിക് ദേവോ ഭവ, അതായത് പൗരൻ ദൈവത്തിന് തുല്യൻ എന്ന വാക്യവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓഫീസിലെ ഗണപതി വിഗ്രഹത്തിൽ മാല ചാർത്തിയ പ്രധാനമന്ത്രി സ്ത്രീകൾ, കർഷകർ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമം ലക്ഷ്യമിട്ടുള്ള പ്രധാന ഫയലുകൾ ഒപ്പിട്ടു. സ്വയം സഹായ സംഘങ്ങളിലെ സ്ത്രീകളെ സഹായിക്കാനുള്ള ലഖ്പതി ദീദി പദ്ധതി 6 കോടി പേരിലേക്ക് ഉയർത്തുന്നതിനുള്ള ഫയലിൽ പ്രധാനമന്ത്രി ഒപ്പുവെച്ചു. ഇപ്പോൾ 3 കോടി സ്ത്രീകളാണ് പദ്ധതിയിലുള്ളത്. അപകടബാധിതർക്ക് 1.5 ലക്ഷം രൂപ വരെ പണരഹിത ചികിത്സ ലഭിക്കുന്ന PM രാഹത് പദ്ധതിക്കും തുടക്കമായി. കർഷകർക്ക് വലിയ ഉത്തേജനം നൽകുന്ന കാർഷിക അടിസ്ഥാന സൗകര്യ ഫണ്ട് 2 ലക്ഷം കോടി രൂപയായി വർദ്ധിപ്പിച്ചു. നൂതന സാങ്കേതിക വിദ്യകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി 10,000 കോടി രൂപയുടെ സ്റ്റാർട്ടപ്പ് ഇന്ത്യ ഫണ്ട് ഓഫ് ഫണ്ട്സ് 2.0 പ്രധാനമന്ത്രി അംഗീകരിച്ചു. വിവിധ മന്ത്രാലയങ്ങളുടെ ഓഫീസുകൾ ഉൾക്കൊള്ളുന്ന കർത്തവ്യ ഭവൻ 1, 2 കെട്ടിടങ്ങളും ഉദ്ഘാടനം ചെയ്തു. സെൻട്രൽ വിസ്റ്റയിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിനൊപ്പം ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റ്, ദേശീയ സുരക്ഷാ കൗൺസിൽ സെക്രട്ടേറിയറ്റ്, ഇന്ത്യ ഹൗസ് എന്നിവയുടെ ഓഫീസുകളും ഉണ്ടാകും. ഉന്നതതല ചർച്ചകൾ നടത്തുന്നതിനും വിശിഷ്ട അതിഥികളെ സ്വീകരിക്കാനുമുള്ള സ്ഥലമായിരിക്കും ഇന്ത്യ ഹൗസ്. ധനം, പ്രതിരോധം, ആരോഗ്യം, കോർപ്പറേറ്റ്, വിദ്യാഭ്യാസം, സാംസ്കാരികം, നിയമം, വാർത്താവിതരണം, പ്രക്ഷേപണം, കൃഷി, രാസവസ്തു, വളം, ഗോത്രകാര്യം തുടങ്ങിയ മന്ത്രാലയങ്ങളാണ് കർത്തവ്യ ഭവൻ 1, 2 കെട്ടിടങ്ങളിൽ പ്രവർത്തിക്കുക. 9 കെട്ടിട സമുച്ചയങ്ങൾ ഉൾപ്പെടുന്ന സെൻട്രൽ സെക്രട്ടേറിയറ്റിൽ ആദ്യം പൂർത്തിയായ കർത്തവ്യ ഭവൻ 3 കഴിഞ്ഞ ഓഗസ്റ്റിലാണ് തുറന്നത്. ആഭ്യന്തരം, വിദേശകാര്യം, ഗ്രാമവികസനം, പെട്രോളിയം, പ്രകൃതിവാതകം എന്നീ മന്ത്രാലയങ്ങളാണ് ഇതിലുള്ളത്. വിവിധ സ്ഥലങ്ങളിലായി ചിതറിക്കിടന്നിരുന്ന സർക്കാർ ഓഫീസുകളെ ആധുനികവും സൗകര്യപ്രദവുമായ ഒരൊറ്റ സമുച്ചയത്തിന് കീഴിൽ കൊണ്ടുവരുന്നതിലൂടെ ഭരണപരമായ കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് പ്രസ്താവനയിൽ പറയുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.